ഹീറോ ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞ് ആ പെട്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് മാസ്റ്ററും ഷെരീഫിനെ എല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അവിടെ പെട്ടിയില്ല. മാസ്റ്റർ ഇസാക്കിനെ വിളിച്ച് നീ ഏതെങ്കിലും പെട്ടി കണ്ടായിരുന്നോ, നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും പെട്ടി വന്നിരുന്നോ സ്റ്റെഫന്റെ പേരിൽ നിന്ന് ചോദിക്കുമ്പോൾ ഇസാക്ക് പറയും ഇല്ല, ഞാൻ അങ്ങനെ ഒരു പെട്ടി കണ്ടിട്ടേ ഇല്ലാന്ന്. അവൻ കള്ളം പറയാണ്, എന്തോ അവൻ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. പക്ഷെ ഹീറോ ഇവരെല്ലാം പറ്റിക്കുകയാണ്, എന്തൊക്കെയോ കൽപ്പിച്ചു കൂട്ടുന്നു എന്നുള്ള രീതിയിൽ ഷെരീഫ് നീ എന്തൊക്കെയാ ഈ പറയുന്നത്, നിന്റെ ഊഹാഭോഗങ്ങൾ കൂടിയല്ലോ, ആൾക്കാരിങ്ങനെ കളി പറഞ്ഞ് പറ്റിക്കല്ലേ, ഞങ്ങൾക്കൊക്കെ വേറെ പണിയുള്ളതല്ലേ എന്നും പറഞ്ഞ് ഷെരീഫ് ചീത്ത പറയാ. അപ്പോഴാണ് മാസ്റ്റർ ഭാര്യ ആരും ഒച്ച വെക്കല്ലേ, കുഞ്ഞു കിടന്നുറങ്ങുന്നു, അവനെ എഴുന്നേപ്പിക്കാതെ എല്ലാവരും ഒന്ന് പോവോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോയെ കണ്ട് അപ്പോത്തിക്കിരി നിങ്ങളും വന്നിട്ടുണ്ടോ, ഒന്ന് വരുമോ, ആ കുഞ്ഞിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പറയുമെന്ന് ചോദിക്കും. ഹീറോ ചെല്ലുമ്പോൾ ഒരു ആൺകുട്ടി ആ കുഞ്ഞിനെ ചെക്ക് ചെയ്ത് നോക്കും, ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള കുട്ടിയാ. ആ സമയം ലെന പറയാണ്, ഏത് കുഞ്ഞാന്നറിയില്ല, ഇവിടെ വീടിന്റെ വാതിൽക്കലുണ്ടായിരുന്നു, ആരെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കാം, എനിക്ക് കുഞ്ഞില്ലാത്തോണ്ട് തന്നെ ഞാൻ ആ കുഞ്ഞിനെ എടുത്തു വളർത്താൻ തീരുമാനിച്ചിരിക്കുക, ഇതിന് പാല് കൊടുക്കണോ അതോ നോക്കാൻ വേണ്ടി ആയെ ഏൽപ്പിക്കണോ ഒന്നും എനിക്ക് അറിയുന്നില്ല. ഹീറോ പറയും, കുഞ്ഞ് അത്യാവശ്യം വലുതായിട്ടുണ്ട്, ആയയുടെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ ആടിന്റെയോ പശുവിന്റെയോ പാല് കൊടുത്താൽ മതി, പിന്നീട് ഭക്ഷണവും കൊടുത്തു തുടങ്ങാം, അവന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോ, ഇവൻ ഒരുവൻ മാത്രമാണ് നിനക്ക് സാധ്യതയായിട്ടുള്ളത്, അവസരമായിട്ടുള്ളത്, അതിനെന്താണ് മീനിങ് എന്ന് ലെനയ്ക്ക് മനസ്സിലാവില്ല. അവിടെ നിന്ന് ഇറങ്ങി ഹീറോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഒരു പടയാളി ഓടി വന്നിട്ട് പറയും, അപ്പോത്തിക്കിരി ഷെരീഫിനെ കാണുന്നില്ല, ഞങ്ങൾക്കൊരു ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട് കാട്ടില്. അത് പറയാൻ ചെന്നപ്പോൾ ഷെരീഫ് എവിടെയാ പോയെന്നറിയില്ല, നിങ്ങളൊന്ന് വന്ന് നോക്കൂന്ന് പറഞ്ഞിട്ട് ഹീറോനെയും വിളിച്ച് ഈ പടയാളികളെല്ലാരും കൂടെ കാട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ മൊട്ടയടിച്ച സ്ത്രീ, സർക്കസുകാരി സ്ത്രീ, ആ പെണ്ണ് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഹീറോ അവളുടെ ശരീരം പരിശോധിക്കുമ്പോൾ ഹീറോയ്ക്ക് നേരത്തെ കിട്ടിയ കുറച്ച് പ്ലേ കാർഡുകളില്ലേ, അതേപോലുള്ള പ്ലേ കാർഡുകൾ അവളുടെ പോക്കറ്റിലുണ്ടാവും. ആ സമയത്താണ് ആ റൗഡി പ്രീസ്റ്റ് വരുന്നത്. അവരെ ഈ ലേഡിയുടെ ബോഡി കണ്ടിട്ട് പറയും, ഈ വൃത്തികെട്ട പെണ്ണ് ദൈവകൽപ്പനയ്ക്കെതിരായി ആത്മഹത്യ ചെയ്തിരിക്കുന്നു, ഇവളെ തെമ്മാടിക്കുഴിയിൽ കൊണ്ടുപോയി കുഴിച്ചിടുവിൻ. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ഈ പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ടില്ല, ഇവളെ കൊല ചെയ്തതാണ്. കാരണം കഴുത്തിൽ 2 തവണ കുരുക്കിയതിന്റെ പാടുണ്ട്. അതിലെ ഒരു പാട് ആദ്യം അവളെ കുരുക്കി കൊല്ലുമ്പോൾ വന്നതും രണ്ടാമത് കെട്ടിത്തൂക്കുമ്പോൾ വന്നതും. സോ ഈ പെണ്ണ് ആത്മഹത്യ ചെയ്തതല്ല, ഇതൊരു കൊലപാതകമാണ്. അവളുടെ ശരീരത്തെ ടാറ്റു പരിശോധിക്കുമ്പോൾ നെഞ്ചത്ത് വൂൾഫ് ഗ്യാങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഗുണ്ട പ്രീസ്റ്റ് പറയാണ്, അപ്പോത്തിക്കിരി നീ പറയുന്നതെല്ലാം ശരിവെക്കാൻ എനിക്ക് കഴിയില്ല, നിയമപാലകനായ കർദിനാളുണ്ട് നമുക്ക്, നിന്റെ വിധി അദ്ദേഹം പറയട്ടെ, നീ പറയാനുള്ളത് എന്തോ അത് അദ്ദേഹത്തിനോട് പറ, അദ്ദേഹം നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറയും. ഹീറോ അവിടുന്ന് നേരെ കർദിനാളെ ചെന്ന് കാണുന്നു. കർദിനാളാണ് ഇപ്പൊ ഇവരെ നാട് ഭരിക്കുന്നത്. അവര് പറയുന്നത് പോലെ നടക്കുള്ളൂ. കർദിനാളോട് ഈ ഗുണ്ട ഫാദർ എന്തൊക്കെയോ ഹീറോയെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹീറോ വിച്ചുകളെ ആരാധിക്കുന്നു, നാട് മുഴുവൻ മോശമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നൊക്കെ. കർദിനാൾ ചോദിക്കും, നീ സാത്താനെയാണോ ആരാധിക്കണതെന്ന്. ഹീറോ പറയാണ്, ആരോ എന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈശ്വരനെ നിരക്കാത്തൊന്നും ചെയ്യില്ല. അപ്പൊ കർദിനാൾ ചോദിക്കും, നീ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആത്രേ, ക്രൈമൊക്കെ കണ്ടുപിടിക്കുന്നു കേട്ടു, ക്രൈം കണ്ടുപിടിക്കുമ്പോൾ കൊലയാളിയെ പിടിക്കാൻ വേണ്ടി അവനോട് നീ നുണ പറയാറില്ലേ? ഹീറോ അതെ, അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ അതും പാപമാണ്. ഈ ഗുണ്ട ഫാദർ ഇടയ്ക്കിടയ്ക്ക് കുത്തി കൊടുക്കാൻ നോക്കുമ്പോൾ കർദിനാള് അയാളെ ചീത്ത പറഞ്ഞ് സൈഡാക്കും. അപ്പോത്തിക്കിരി നീ ചെയ്യുന്ന ചെറിയ പാപങ്ങളും ഞങ്ങൾ കണക്കിലെടുക്കും. കൊലയാളിയെ പിടിക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്നത് ദൈവത്തിന് നിരയല്ല. നീ ചെയ്യുന്ന തൊഴിൽ ചെയ്തോളൂ, പക്ഷെ ഇനി കുഴപ്പങ്ങൾ ഉണ്ടാവരുത്, മിസ്റ്റേക്സ് ഉണ്ടാവരുത്, ഇപ്പൊ പോകാന്ന് പറഞ്ഞ് കർദിനാള് ഹീറോയെ പറഞ്ഞോടും. ഹീറോ അവിടുന്ന് വിഷമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഭാര്യ കാത്തിരിപ്പുണ്ടാവും. എന്തു പറ്റിയും ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നീട് പറയാം എന്താ പറ്റിയേ എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ സ്നേഹിക്കും. രാത്രി ഭാര്യയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒന്നുകൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു മൂടാവും പുള്ളിക്ക്. അങ്ങനെ കാലത്ത് ഹീറോ ഈ ചോന്ന പണിക്കാരനെ കാത്തിരിക്കുന്നു. അവൻ എന്തേലും വേലായുധ പണി കാണിക്കുമെന്ന് ഹീറോയ്ക്ക് അറിയാം. ഹീറോ വിചാരിച്ച പോലെ തന്നെ ഇസാക്ക് അവൻ ആ ചോന്ന പുതപ്പ് ഇട്ട് ഒരു പെട്ടി ഒളിച്ചും മറച്ചും കാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോ പുറകെ ചെന്ന് അവനെ പിടിക്കും. ഇസാക്ക്, നീ ആ പെട്ടി കളയാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? അത് സ്റ്റിഫാന്റെ പെട്ടിയാണ്. മാസ്റ്ററെ അനന്തരവൻ, അയാളുടെ സ്വത്തിന് അവകാശി. നീ മാസ്റ്റർ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ലെനയെ കല്യാണം കഴിച്ച് അയാളുടെ സ്വത്തുക്കളുടെ അവകാശിയാവാൻ. പക്ഷേ നിന്റെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ടാണ് മാസ്റ്റർ അനന്തരവന്റെ വരവ്. അവൻ വന്നു കഴിഞ്ഞാൽ സ്വത്തുക്കൾ കൈവിട്ടു പോകുമോ എന്ന ഭയത്താൽ നീ അവനെ കൊല്ലാൻ ശ്രമിച്ചു. അതേപോലെ മാസ്റ്റർ പടിയെന്ന് തള്ളിവിട്ടും കൊല്ലാൻ ശ്രമിച്ചു. ആ പ്ലാൻ നിനക്ക് ആരാണ് പറഞ്ഞു തന്നത്? എൽസയല്ലേ? ഉടനെ പണിക്കാരൻ പറയാണ്, എനിക്ക് എൽസയെ ഇഷ്ടമാണ്, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാതെ നീ പറഞ്ഞൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
എൽസയാണോ അവർ രണ്ടുപേരെയും കൊല്ലാൻ പറഞ്ഞത്? സത്യം പറയടാ, അവര് രണ്ടുപേരെയും കൊല്ലാൻ ശ്രമിച്ചതിന് കാരണമുണ്ട്. പക്ഷേ ആ നാടോടി സ്ത്രീയെ നീ എന്തിനു കൊന്നു? സത്യം പറ. ഇത് കേട്ടുടനെ ചോന്ന പണിക്കാരൻ ഓടാൻ തുടങ്ങും. ഹീറോ പിടിച്ചിട്ട് നിൽക്കില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം പിടിക്കവേ ചോപ്പൻ തെറിച്ച് പാറക്കെട്ടിൽ നിന്ന് നിലത്തേക്ക് വീണ് തലയിടിച്ച് മരിക്കുന്നു. അധികം വൈകാതെ നാട്ടിൽ 1-2 പേര് അവിടെ എത്തിക്കഴിഞ്ഞു. ഹീറോയുടെ ഭാര്യയുണ്ട്, പിന്നെ സ്റ്റെഫനും സ്റ്റെഫന്റെ വല്യച്ഛനും മാസ്റ്ററും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവനാണോ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് സ്റ്റെഫൻ ചോദിക്കും. നിന്നെ കൊല്ലാൻ നോക്കി സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയതാണവൻ. ഞാൻ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ് മരണപ്പെട്ടു. മാസ്റ്റർ പറയും, ഞാനും സ്റ്റെഫനും നിനക്ക് ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന അപ്പോത്തിഗിരി, നീ ചെയ്താണ് ശരി. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഷെരീഫ് അങ്ങോട്ട് വരിക. ഷെരീഫ് പറയും, അപകടത്തിൽ മരണപ്പെട്ടോ നീ കൊലപാതകം ചെയ്തോ എന്നുള്ളത് വിചാരണയിലൂടെ നമുക്ക് തെളിയിക്കാം. ഇപ്പൊ ഒരു കൊലപാതകത്തിന് ഉത്തരവാദി നീയാണ്, അതുകൊണ്ട് നീ വിചാരണയ്ക്ക് ഉൾപ്പെട്ടവനാണ്. അപ്പോത്തിഗിരി എന്റെ കൂടെ വരൂ. ഒരു വിക്കി സംസാരിക്കുന്ന വിക്കിയെ കൊന്നതിന് നിന്മേൽ ഞാൻ വിചാരണ പ്രഖ്യാപിക്കുന്നു, എന്റെ കൂടെ വരൂന്ന് ഷെരീഫ് പറയും. ഇത് കേട്ടുടനെ ഹീറോയുടെ ഭാര്യ, ഇസാക്ക് ഒരു വിക്കിയല്ലേ? പക്ഷേ അന്ന് സ്റ്റെഫാനെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് വിക്കലുണ്ടായിരുന്നില്ല. ഞാൻ നല്ലവണ്ണം കേട്ടതായിരുന്നു, അയാൾ സംസാരിക്കുന്നത് കേട്ടതായിരുന്നു. അയാൾക്ക് വിക്കലുണ്ടായിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഷോക്കാവും. അങ്ങനെയാണെങ്കിൽ അന്ന് സ്റ്റെഫാനെ കൊല്ലാൻ ശ്രമിച്ച ആരാണ്? ഈ ഇസാക്ക് അല്ലെങ്കിൽ? അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കും. ഞാൻ വിചാരണ കഴിഞ്ഞ് നിന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഭാര്യയെ സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞ് ഹീറോ വിചാരണയ്ക്ക് പോകുന്നു. ഒരു പ്രതിയെ, കൊലപ്പുള്ളിയെ കൊണ്ടുപോകുന്ന പോലെയാണ് ഹീറോയെ കൊണ്ടുപോകുന്നത്. ഷെരീഫിന്റെ മാളികയിലേക്കാണ് ഹീറോയെ കൊണ്ടുപോവുക. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഷെരീഫ് പറയും, എനിക്കറിയാം നീ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത്, പക്ഷെ എനിക്ക് പ്രഷറുണ്ട് മോളീന്ന്. നിന്റെ പേരിൽ ഓൾറെഡി പല കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ നിന്നെ വെറുതെ വിടാൻ കഴിയില്ല. ഇതിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം, വൈകുന്നേരം വരെ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ആരെയെങ്കിലും നമ്മുടെ വിചാരണ കോടതിക്ക് പ്രതിയായിട്ട് വേണം. അതിനവര് കരുവായിട്ട് നിന്നെയാ കരുതിയിരിക്കുന്നു. ദയവ് ചെയ്ത് എന്നെ കൊടുക്കരുത്, നിനക്ക് വൈകുന്നേരം വരെ സമയം തരാം, ആളെ കണ്ടുപിടിച്ചു വായോ എന്ന് പറഞ്ഞിട്ട് ഷെരീഫ് ഹീറോയെ പറഞ്ഞോടും. ഹീറോയും തലയ്ക്കൊരു തലപ്പാവ് ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് ഓടി ചെല്ലുന്നു. എന്റെ ഭാര്യയ്ക്ക് ചില ഹിൻസ് അറിയാം, അവൾക്ക് കൊലയാളിയുടെ സ്വഭാവവും ശബ്ദവും അറിയാലോ, ഞാൻ അവളോട് ചെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഹീറോ വരുന്നത്. പക്ഷെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഭാര്യയെ കാണുന്നില്ല. അവൾ എങ്ങോട്ടാ പോയെന്നറിയില്ല. കുറെ നേരം ഹീറോ കാത്തിരിക്കും. കാത്തിരുന്ന് കൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പ്ലേ കാർഡ് ഒന്നുകൂടെ ഹീറോ നോക്കാണ്. അതിലാരോ വരച്ച് കിറുക്കിയിട്ടുണ്ട്, ഒരു ലവ് സിമ്പിൾ പോലെ. പെട്ടെന്നൊരു മിന്നലടിക്കുമ്പോൾ ഈ കാർഡിൽ മരത്തി തൂങ്ങി ഒരു ജഡം കിടക്കുന്നത് പോലൊരു ചിത്രം കാണാം, ഒളിച്ച് വരച്ചു വെച്ചതുപോലെ. എന്തോ തോന്നിയ ഹീറോ വിളക്കുമെടുത്ത് കാട്ടിലേക്ക് ഓടിപ്പോവാണ്. ഓടി കാടിനകത്ത് നേരത്തെ ആ മൊട്ടപ്പെണ്ണ് തൂങ്ങിക്കിടന്നില്ലേ, അതേ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവന്റെ ഭാര്യയും തൂങ്ങിക്കിടപ്പുണ്ടാവും. കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ ജഡം താഴേക്ക് ഇറക്കിയ മനുഷ്യൻ ആ ജഡം എടുത്തോണ്ട് നേരെ സെമിത്തേരിയിലേക്ക് വരികയാണ്. അവിടെ ശരീരങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഭാര്യയെ കിടത്തി അവൻ ഭാര്യയ്ക്ക് മുത്തം വെച്ച് കരയുമ്പോഴാണ് ഈ മൊട്ട ഫാദർ അങ്ങോട്ട് വരിക. അയാളെ കൂടെ ഷെരീഫും ഉണ്ട്. ഓരോരുത്തരെയായി വകവരുത്തിയ അപ്പോത്തിഗിരി ഇപ്പിതാ തന്റെ സ്വന്തം ഭാര്യയും കൊല ചെയ്തിരിക്കുന്നു. ഇവനെ ഉടനെ വിലങ്ങ് വെക്കൂ. പടയാളികൾ വിലങ്ങ് വെക്കാൻ നിൽക്കുമ്പോഴാണ് ഹീറോ പറയാ, ഷെരീഫ് ഞാൻ പറയുന്നത് കേൾക്കൂ, എന്റെ ഭാര്യയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ കയറ് കൊണ്ട് തന്നെയാണ് ആ മൊട്ടപ്പെടിനെ കൊന്നത്. ആ കയറിന്റെ അടയാളം കണ്ടാൽ അറിയാം അത് എവിടുന്നാണ് വന്നതെന്ന്. ഈ നിൽക്കുന്ന പ്രീസ്റ്റിന്റെ അരക്കെട്ടിലുള്ള ഈ കയറ് കൊണ്ടാണ് അയാൾ ഈ പാവപ്പെട്ട 2 സ്ത്രീകളെയും കൊന്നത്. ഇയാൾ തന്നെയാണ് കൊലയാളി. ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട. ഇയാളെ പിടിക്കുമെന്ന് പറയുമ്പോൾ ഷെരീഫിന് ഹീറോയെ ഒരുപാട് വിശ്വാസമാണ്. പടയാളികളെ, പ്രീസ്റ്റിനെ പിടിക്കൂ, അങ്ങേര് തന്നെയാണ് കൊലയാളി എന്ന് പറഞ്ഞിട്ട് ഇവര് പ്രീസ്റ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാള് ഹീറോയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവിടുന്ന് രക്ഷപ്പെട്ടോടും. ഈ പ്രീസ്റ്റ് ഓടിക്കഴിയുമ്പോൾ ഷെരീഫ് ചോദിക്കുകയാണ്, അയാൾ എന്തിനാണ് ഈ 2 സ്ത്രീകളെയും കൊല്ലുന്നത്? അതിൽ പുള്ളിക്ക് എന്ത് നേട്ടം, പ്രീസ്റ്റിന് എന്താണ് നേട്ടം എന്ന് ചോദിക്കും. ഹീറോ പറയും, അയാളല്ല എന്റെ ഭാര്യയും കൊന്നത്, ആ നാടോടിനെയും കൊന്നത്. ഞാൻ അയാളെ ഇപ്പോൾ മാറ്റി നിർത്താൻ വേണ്ടി പേടിപ്പിച്ചു വിട്ടുവെന്നേ ഉള്ളൂ. അതാരാണെന്ന് ഞാൻ നാളെ പറയാന്ന് പറയും ഹീറോ. പിറ്റേന്ന് ഹീറോ വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് കർദിനാൾ ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നത്. ഇവിടെയാണല്ലേ നീ ജോലി ചെയ്യുന്നത്, നിന്നെ നേരിട്ട് കാണാൻ വന്നാണ് ഞാൻ, നിന്റെ ജോലിയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കർദിനാൾ ഹീറോയുടെ കടയിലുള്ള മരുന്നുകളുടെ പുസ്തകം വായിക്കും. അതിലെല്ലാ രോഗത്തിനും മരുന്നുണ്ട്, പക്ഷെ പ്രണയത്തിന് മാത്രം മരുന്നില്ല. അതൊരു മാറാ രോഗം, ചൊറി പിടിച്ച് തലയിലടിച്ച് ചാകുന്ന രോഗം. ആ രോഗത്തിന് ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. കർദിനാൾ ചിരിച്ചോണ്ട് പറയും, അതുകൊണ്ടാണ് ഞാൻ കർദിനാൾ ചരട് അരയിൽ കെട്ടിയിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? ഭ്രാന്തം മനുഷ്യന്മാര്. ഇതും പറഞ്ഞങ്ങേര് ഹീറോയുടെ അടുത്ത് വന്ന് നിന്റെ ഭാര്യയുടെ കൊലയാളിയെ കണ്ടുപിടിക്കുക. ഞാൻ വിശ്വസിക്കുന്നു നീ കൊലപാതകം ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ നിന്റെ ഭാര്യയുടെ കൊലപാതകിയെ കണ്ടുപിടിച്ചാൽ മാത്രമേ നിന്മേൽ ചുമത്തപ്പെട്ട എല്ലാ പിഴകളും മാറിപ്പോവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം മുതലേ നടക്കുന്ന എല്ലാ കൊലപാതകവും നിന്റെ തലയിൽ തന്നെയായിരിക്കും. അതെനിക്ക് മാറ്റി എഴുതാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ട് കർദിനാൾ ഇറങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ ഹീറോ അവിടുന്ന് തന്റെ ഭാര്യയെ കിടത്തിയിരിക്കുന്ന സെമിത്തേരി ചാപ്പലിലേക്ക് വരുന്നു. അവിടെ ഭാര്യയുടെ അച്ഛൻ മോൾ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങേര് കരഞ്ഞുകൊണ്ട്, ഞാൻ അവളെ കണ്ടു, സംസാരിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നിൽക്കും. അപ്പൊ ഹീറോ, മാസ്റ്റർ കോഡിറ്റ്, എന്നോട് ക്ഷമിക്കൂ, നിങ്ങളുടെ മോളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ തോറ്റുപോയി. അപ്പൊ അച്ഛൻ കരഞ്ഞോണ്ട് പറയും, ഞാനും തോറ്റുപോയി മോനെ, ഒന്നും നിന്റെ തെറ്റല്ല,
എൻ്റെ മോളെ സംരക്ഷിക്കാൻ എനിക്കും കഴിഞ്ഞില്ല. അവൾ ഇത്തിരി വാശിക്കാരിയാ, തന്നിഷ്ടപ്രകാരേ എല്ലാം ചെയ്യുള്ളൂ. പക്ഷെ എനിക്കിഷ്ടമാണ് അവളെ, ഒരുപാട് ഇഷ്ടം. നിന്നെ അവളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിസമർത്ഥനായിരിക്കണം. അവളുടെ മരണത്തിന് നീയല്ല കാരണം, പക്ഷെ അതിൻ്റെ കാരണക്കാരനെ നീ കണ്ടുപിടിക്കണം. അത് നീ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം അവനെ എനിക്കൊന്ന് കാണണം, നേരിട്ട് കാണണം. ഇത് അമ്മായിയച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് തൻ്റെ ഭാര്യ സ്നേഹത്തോട് അടുത്ത് വരുന്നതായിട്ട് ഒരു ഇമാജിനേഷൻ തോന്നുന്നുണ്ട്. നോക്കണേ, അച്ഛന് തൻ്റെ കുഞ്ഞിനെയാണ് കാണുന്നത്. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഓടി കളിച്ച് നടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ കുഞ്ഞിനെയാണ് കാണുന്നത്. അതൊരു ഡയറക്ടർ ബ്രില്യൻസാ, ഒരു ഫാദർ ലവ് കാണിക്കാനുള്ള യഥാർത്ഥമായി കാണിച്ചു കൊടുത്ത ബ്രില്യൻസ്. ലോകത്തെ ഏറ്റവും വലിയ വേദന മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളില്ലാതാവുക എന്നുള്ള. പാവം ആ അച്ഛൻ ആ വേദന പേറിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവിടെ നിന്നിറങ്ങി കാട്ടിലേക്ക് വന്ന് ഈ ക്രൈം സീനിന്റെ തുടക്കം മുതൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടി ഭാര്യ എവിടുന്നാണോ ഈ കൊലപാതക ശ്രമം കണ്ടത് ആ സ്ഥലത്ത് ചെന്ന് നിൽക്കും. എന്നിട്ട് ഈ ആണുങ്ങൾ തമ്മിൽ അടിയുണ്ടായ സ്ഥലം അവിടെ എന്തെങ്കിലും കിട്ടാനുണ്ടോ നോക്കുമ്പോൾ ഒരു കറുത്ത നീളമുള്ള ഷൂ കളഞ്ഞു കിട്ടുന്നുണ്ട്. വീണ്ടും ഹീറോ കാടിനകത്തേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ ഒരു ഉണക്ക മരത്തിന്റെ പൊത്തിൽ ഈ ഷൂവിന്റെ ഓണർ, അവിടെ കിടന്ന ഷൂവിന്റെ യഥാർത്ഥ ഓണറെ കൊന്ന് ഈ ഉണക്കമരപ്പൊത്തിൽ ആരും കാണാതെ ഒളിച്ച് കിടത്തിയിരിക്കുക. ഈ കിടക്കുന്നത് ആരാണെന്ന് ഇപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാവുക. ഇനിയും ചില സംശയങ്ങളുണ്ട്, അത് തീർക്കണം. അത് തീർക്കാൻ വേണ്ടി ഹീറോ കുതിരയും എടുത്ത് ആ നാട്ടിലേക്ക് വന്ന സർക്കസുകാർ അവരടുത്ത നാട്ടിലേക്ക് പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെ കാണാൻ വേണ്ടി വരും. പോകുന്ന വഴിയിൽ തന്നെ അവരുടെ കുതിര ചത്തുപോയതുകൊണ്ട് കൂടുതൽ ദൂരം പോകാൻ കഴിയാതെ അവർ തമ്പടിച്ചിരിക്കുന്നത് കാണും. ഹീറോ അവരടുത്തേക്ക് ചെന്ന സർക്കസ് മാസ്റ്ററോട്, സർ, നിങ്ങളുടെ ഗ്യാങ്ങിൽ മൊത്തം എത്ര പേരുണ്ടെന്ന് ചോദിക്കും. പുള്ളിക്കാരൻ പറയാണ് 4 പേര്. ഇപ്പം അവിടെയുള്ള 3 പേരും പിന്നെ മൊട്ടയടിച്ചിരുന്ന സ്ത്രീയും. അങ്ങനെ ഞങ്ങൾ മൊത്തം 4 പേരുണ്ടായിരുന്നുള്ളൂ എന്ന് പുള്ളി പറയും. എന്നാൽ ഹീറോയ്ക്ക് അറിയാം 5 ആൾക്കാരുണ്ടായിരുന്നെന്ന്. സത്യം പറയൂ, നിങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, വോൾഫ് ഗ്യാങ്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവർ പറയും, ഇല്ല, ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 4 പേരുമാണ് നിങ്ങളുടെ നാട്ടിൽ വന്ന് പ്ലേ നടത്തിയത്. അപ്പൊ ഹീറോ ചുറ്റും നോക്കുമ്പോൾ ഡെവിൾ വേഷം കെട്ടിയ ചുവന്ന തുണിയിട്ട ഒരാളന്ന് നാടകം കളിച്ചിരുന്നു. ആ ഡെവിൾ വേഷത്തിന്റെ ഡ്രസ്സ് ഉണ്ടാവും. ഹീറോ ചോദിക്കും, അന്ന് ഡെവിൾ ആയിട്ട് ആരാണ് അഭിനയിച്ചത്? അപ്പൊ അതിൽ ഗുണ്ടപ്പൻ ചേട്ടൻ പറയാണ്, ഞാനാണ് അന്ന് ഡെവിൾ ആയിട്ട് അഭിനയിച്ചത്. അപ്പൊ ഹീറോ ആ ചുവന്ന തുണി എടുത്തിട്ട്, എന്നാ ഇതൊന്ന് ഇട്ട് കാണിക്കെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. പുള്ളിക്കാരനും അത് ഇട്ട് കാണിക്കാൻ ശ്രമിക്കും. പക്ഷെ അരഭാഗം പോലും കേറുന്നില്ല. സോ ഇവര് പറയുന്ന കള്ളാന്ന് മനസ്സിലായി. സത്യം പറയുന്ന ഹീറോ ചോദിക്കുമ്പോഴേക്കും അവരിലെ മൂത്ത മാസ്റ്റർ ഹീറോയെ പുറകീന്ന് പിടിച്ച് ഇവനെ കെട്ടിവെക്കി, അല്ലെങ്കിൽ നമ്മളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയെ മരത്തിൽ കെട്ടിവെക്കും. എന്നിട്ട് അവരവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുക. അപ്പൊ ഹീറോ, എനിക്കെല്ലാം അറിയാം, നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള വോൾഫ് ഗ്യാങ് എന്ന ആളാണ് അന്ന് ഡെവിൾ വേഷം കെട്ടിയത്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ മൊട്ടപ്പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചിരുന്നു. അവർക്ക് 2 പേർക്കുമാണ് കുഞ്ഞുണ്ടായത്. എന്നാൽ ആ മൊട്ടപ്പെണ്ണിനെ ഈ വോൾഫ് ഗ്യാങ് കൊലപ്പെടുത്തി. നിങ്ങളുടെ കുടുംബക്കാരെയും കൊലപ്പെടുത്തി, എന്റെ ഭാര്യയെയും അവൻ കൊലപ്പെടുത്തി. ഇനിയും അവൻ ആരെയൊക്കെയാണോ കൊല്ലാൻ പോകുന്നത്? ഇതിനു മുമ്പും അവൻ കൊല ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ അവന് കൂട്ടു നിൽക്കുകയാണോ? നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ? അത് കേൾക്കുമ്പോൾ അവരിലെ മാസ്റ്റർ, ഇനി പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ സത്യം പറയാം, വോൾഫ് ഗ്യാങ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവനാണ്. ആ മാസ്റ്റർ നേരെ അയാളുടെ മോളടുത്തേക്ക് ചെന്നിട്ട് പറയും, അവനൊരു നാറിയായിരുന്നു, എനിക്കറിയാം. നമ്മുടെ ഗ്യാങ്ങിൽ ചേരുന്നതിന് മുന്നേ അവൻ കൊള്ളയും കൊലപാതകവും നടത്തിയിരുന്നു. എന്നാൽ ഇനി ഒരിക്കലും അത് ചെയ്യില്ലെന്ന് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗ്യാങ്ങിൽ അവനെ ചേർത്തത്. പിന്നെ അവന്റെ പ്ലേ എല്ലാം ആൾക്കാർക്കും ഇഷ്ടമായിരുന്നു. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ പെണ്ണിനെയും കല്യാണം കഴിച്ചവൻ വൃത്തിയായിട്ട് ജീവിക്കുകയായിരുന്നു. പക്ഷെ അന്ന് ആ പാരറ്റ് ഷൂട്ടിങ്ങിന്റെ അന്ന് ഒരു പാവപ്പെട്ട ചെറുക്കനെ കാടിനകത്തേക്ക് കൊണ്ടുപോയി അവൻ കൊള്ളയടിച്ച് കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേക്കും അവൻ ആ പയ്യനെ കൊല ചെയ്ത് കഴിഞ്ഞിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, തടയാൻ പറ്റിയില്ല. എന്നോട് ഇനി കൊള്ള ചെയ്യില്ലെന്ന് സത്യം പറഞ്ഞ ആ നാറിയെ ഞാൻ വെറുതെ വിട്ടില്ല. അവനെ തല്ലി കൊന്നു കളഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. അവന് ജീവനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവനന്ന് ആ പയ്യന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ധനം അതിതാണ്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ആ ഡെവിൾ കോസ്റ്റ്യൂം മാത്രം ഞാൻ എടുത്തു. ഈ പണം തിരിച്ചു കൊടുത്തേക്കൂ, ഞങ്ങളെ വെറുതെ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ഡാഡി മോളെയും ഗുണ്ടപ്പൻ ചേട്ടനെയും ചേർത്ത് പിടിച്ച് ഹീറോയോട് ക്ഷമ ചോദിക്കുകയാണ്. സോ അന്ന് അടി വാങ്ങി വന്ന രോഗിയാണ് ആ സ്റ്റെഫനാണ് യഥാർത്ഥ വോൾഫ് ഗ്യാങ്. അവൻ അടിച്ച ആ അവസ്ഥയിലാക്കിയത് ഈ ഡാഡി ആയിരുന്നു. നമ്മുടെ ഹീറോയിൻ ഓടിച്ചെന്ന് ആദ്യം കണ്ടില്ലേ, അത് ഈ ഡാഡിനെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഹീറോ, നിങ്ങളെ ഇനി ഞാൻ ശല്യം ചെയ്യില്ല, നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് തന്ന പണം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് ഒരു കുതിരയെ വാങ്ങിച്ചോളൂ, നിങ്ങൾ ഇനി ഫ്രീ ആണെന്നും പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരും. തലമൂടിയ കോട്ടുവിട്ട് നമ്മുടെ മെർച്ചന്റ് മാസ്റ്റർ ഇല്ലേ, അവരെ ബേസ്മെന്റിലേക്ക് വീണ്ടും ചെല്ലുന്നു. അവിടെ ഷെരീഫാണെങ്കിൽ, ഇനി ഇവിടെ ചൂതാട്ടക്കളി വേണ്ട, അല്ലെങ്കിൽ തന്നെ എന്റെ തലയ്ക്ക് ഒരുപാട് കേസുകളുണ്ട്, ഇതും കൂടെ എനിക്ക് തരല്ലേ, ഇനി മുതൽ ഇവിടെ ചൂതാട്ടക്കളി പാടില്ല, നിർത്തിയേക്കെന്നും പറഞ്ഞ് അവിടുത്തെ കളി നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹീറോ വരിക. ഷെരീഫിനോട് പറയും, അവസാനമായിട്ട് ഒരു കളിയും കൂടെ, അതും കൂടെ കളിച്ചിട്ട് നമുക്ക് ഈ ചൂതാട്ടം നിർത്താം, വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും ചീട്ടിടും. ഹീറോയ്ക്ക് കുറച്ച് ചീട്ടുകൾ കിട്ടുന്നു.
ആ ചീട്ടിൽ നിന്ന് ഹീറോ ഒരു ചീട്ടെടുക്കും, ഒരു കോമാളിയുടെ ചീട്ടെടുക്കും. എന്നിട്ട് പറയാണ്, ഇതാ ഒരു മണ്ടനായ കോമാളി. ആദ്യ ദിവസം തന്നെ ക്രൈം സീൻ നേരെ നോക്കിയിരുന്നെങ്കിൽ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അവന് കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ആ മണ്ടൻ അത് മനസ്സിലായില്ല. അതുകൊണ്ട് 2 പാവപ്പെട്ട പെൺകുട്ടികൾ ബലിയാടായിട്ട് മാറി. ഒരു ദേവത ആ കൊലയാളിക്ക് തന്നെ കാണാൻ വരാൻ പറഞ്ഞുള്ള പ്രേമ സന്ദേശം കാടിലൂടെ അറിയിച്ചു. പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല ആ കൊലയാളി അവൻ ചെന്നിടത്ത് ഒരു സ്വർണ്ണഖനി കണ്ടെത്തിയെന്ന്. അവനിനി അവളുടെ പ്രണയം വേണ്ടായിരുന്നു. പുറകെ നടന്ന് പ്രണയം ചോദിച്ച, സ്നേഹം ചോദിച്ച ആ പെണ്ണിനെ അവൻ മരണത്തിലേക്ക് തള്ളിയിട്ടു. ഇനി അടുത്ത ദേവത, വൈദ്യന്റെ ഭാര്യ, മരണക്കിടക്കയിൽ കിടന്ന അവനെ മരുന്നും സ്നേഹവും കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവള് ഒരിക്കലും പാല് കൊടുത്ത കൈക്ക് കൊത്തുമെന്ന് വിചാരിച്ചില്ല. അവളെയും അവൻ കൊന്നുകളഞ്ഞു. ഒരു പല്ലിയെ പോലെ വേഷം മാറി ഇപ്പിതാ പുതിയ ഒളിത്താവളം കണ്ടെത്തിയിരിക്കുന്നു. ഇതും പറഞ്ഞ് ഹീറോ ആ പല്ലിയുള്ള ചീട്ട് നേരെ മുടിയൻ വില്ലന്റെ സ്ഥലത്തേക്ക് വലിച്ചെറിയും. എന്നിട്ട് പറയാണ്, നിന്റെ മാസ്റ്റർ നിനക്ക് തന്ന അതേ വസ്ത്രമാണ് നീ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. കാരണം സ്റ്റെഫാന്റെ വസ്ത്രങ്ങൾ, ആ ട്രങ്കിലുണ്ടായിരുന്ന വസ്ത്രങ്ങളൊന്നും നിനക്ക് ചേരില്ല. അതുപോലെ സ്റ്റെഫാന്റെ മോതിരവും നിനക്ക് ധരിക്കാൻ കഴിയില്ല, നിന്റെ വിരലുകളിൽ ഒതുങ്ങില്ലാതെ. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ചുറ്റുമുള്ളവർക്ക് മനസ്സിലായി ആരാണ് വില്ലൻ എന്ന് മനസ്സിലായി. ഹീറോ ചോദിക്കുകയാണ്, പ്ലേ കാർഡിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാർഡ് ഏതാ? ഷെരീഫ് പറയും, ഡെത്ത് ആൻഡ് ഡെവിൾ. വോൾഫ് ഗ്യാങ്ങിന്റെ സ്ലീവ് ചെക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വില്ലൻ പേടിക്കുന്നുണ്ട്. ഷെരീഫ് പറയും, നിന്റെ സ്ലീവ് കാണിക്കടാ, അതിനകത്ത് എന്താ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയണം. ഇവൻ നിന്ന് പരിങ്ങിയിട്ട് എൻ്റെ സ്ലീവിനകത്തൊന്നുമില്ല, നിങ്ങളത് കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഷെരീഫിനെ തള്ളിയിടും. ചുറ്റുമുള്ളവർ അവനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഷെരീഫിന്റെ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഊട്ടി വരികയാണ്. പക്ഷെ ഇവരാരും പ്രതീക്ഷിക്കാത്ത മറ്റൊരാൾ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിൻ്റെ അപ്പൻ, ഹീറോയുടെ ഭാര്യയുടെ ഡാഡി. അയാൾ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ മോളെ കൊന്നവൻ ആരാണ് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി. അയാൾ പുറകേന്ന് കയറുകൊണ്ട് ഈ വൂൾഫ് ഗ്യാങ്ങിന്റെ കഴുത്തിലിട്ട് മുറുക്കും. അപ്പോഴാണ് ഹീറോ ഈ വില്ലന്റെ സ്ലീവിനിടയിൽ നിന്നും അവൻ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ് എടുത്ത് കാണിക്കുക, ഡെവിളിന്റെ കാർഡ്. ഇങ്ങനെ അവൻ കാർഡ് ഒളിച്ചു വെച്ച് കള്ളക്കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥ സ്റ്റെഫാൻ വന്ന ദിവസം നാട്ടിലെ കാണികളോട് തമാശ പറഞ്ഞ് ഡെവിൾ വേഷം കെട്ടിയ ആ യഥാർത്ഥ ഡെവിൾ പാവൻ ചെറുപ്പക്കാരനായ സ്റ്റെഫാനെ പറഞ്ഞു പറ്റിച്ച് കൊണ്ടുപോയി അവന്റെ പണവും തട്ടിപ്പറിച്ച് കൊല ചെയ്യായിരുന്നു. എന്നിട്ടിപ്പോ അതേ പേരിൽ ഈ നാട്ടിലേക്ക് നുഴഞ്ഞു കയറി. കൊള്ള, കൊല, ആൾമാറാട്ടം, അതിനെന്താണ് ശിക്ഷ? ഈ അവസാന കാർഡ് പറയുന്ന ശിക്ഷ എന്താണ്? ചുറ്റുള്ള എല്ലാവരും പറയും മരണം. ഉടനെ ഡാഡി അങ്ങേരെ അവരെ മുറുക്കിയിരുന്ന കയറ് അത് സീലിങ്ങിലെ കുടുക്കിലിട്ട് മുകളിലേക്ക് വലിച്ചു മുറുക്കാണ്. അവൻ എങ്ങനെയാണോ ആ പാവപ്പെട്ട സ്ത്രീകളെ കൊന്നത് അതേപോലെ അവനെയും വലിച്ചു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നുകളെ. എന്നിട്ട് ഐശ്വര്യമായി അതിന്റെ കയർ അവിടെ മൂലയ്ക്ക് കെട്ടിവെച്ചിട്ട് ഡാഡി ഇറങ്ങിപ്പോവും തന്റെ പണി കഴിഞ്ഞപ്പോൾ. ഷെരീഫാണെങ്കിൽ എന്താ സംഭവിച്ചതെന്നറിയാതെ ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കർദിനാൾ ഹീറോയെ വിളിച്ചു വരുത്തും. കൊലയാളിക്ക് നീ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു, ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ഇപ്പം നീ സന്തുഷ്ടനാണോ? ഹീറോ പറയും, എനിക്കറിയില്ല, പക്ഷെ എനിക്ക് സന്തോഷം തോന്നുന്നില്ല, എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ തന്നെ. ഇപ്പൊ കർദിനാള്, അത് മറ്റൊന്നും കൊണ്ടല്ല, നീ കാരണമാണ് മരിച്ച 5 പേരിൽ 4 പേര് നീ കാരണമാണ് മരണപ്പെട്ടതെന്ന് നീ വിചാരിക്കുന്നു. കാരണം നിനക്ക് പറ്റിയൊരു തെറ്റ്, ആദ്യ ദിവസത്തിൽ പറ്റിയ തെറ്റ് കാരണമാണ് ഈ 4 പേരും മരണപ്പെട്ടത് എന്ന് നീ വിചാരിക്കുന്നു. ആ ധാരണ തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നീ കുറ്റവാളിയല്ല എന്നറിയിക്കാനുള്ള ആ യഥാർത്ഥ കുറ്റവാളിയെയും നീ കൊന്നുകളഞ്ഞു. ഇപ്പം ഞാൻ നിനക്ക് എന്ത് വിധിയാണ് തരേണ്ടത്? അത് കേട്ട് ഹീറോ പറയും, നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം. ഞാൻ ചെയ്ത കുറ്റത്തിന് നിങ്ങളുടെ ജഡ്ജ്മെന്റ് എന്താണോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് കേൾക്കുമ്പോൾ കർദിനാൾ എഴുന്നേറ്റ്, ഇവിടെ ഞാനല്ല നീതിമാൻ, ഒരൊറ്റ നീതിമാനേ ഉള്ളൂ. അദ്ദേഹം നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും വിധി നിർണയിക്കും. ഇതും പറഞ്ഞ് കർദിനാൾ തന്റെ കയ്യിലെ മോതിരം കാണിച്ചു കൊടുക്കുന്നു. ഹീറോ അതിൽ മൊത്തം. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ ഷെരീഫ് ഹീറോയെ വിളിച്ചോണ്ട് പോവാണ്. വായോ, നിനക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചുതരാം. അങ്ങേര് ആ ടൗണിലെ മെയിനായ അപ്പോത്തിക്കിരി ഷോപ്പ്, ഹീറോയും ഭാര്യ ആദ്യം കണ്ടില്ലേ, ആ ഷോപ്പ് കാണിച്ചിട്ട് പറയും, ഇന്നു മുതൽ ആ ഷോപ്പ് നിന്റെയാണ്. ഈ ടൗണിലെ മുഴുവൻ അപ്പോത്തിക്കിരി അവകാശവും ഇനി നിനക്കുള്ളതാണ്. നീ ഇന്നു മുതൽ മിസ്റ്റർ ടൗൺ ഹാൾ അപ്പോത്തിക്കിരി ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞല്ല, മോളിൽ നിന്നുള്ള ഉത്തരവാ. സന്തോഷമായില്ലേ? എല്ലാം നല്ലതിനാണെന്നും പറഞ്ഞ് ഷെരീഫ് ഇറങ്ങിപ്പോവും. ഹീറോ മെല്ലെ അവിടുന്ന് തെരുവിലൂടെ നടക്കാൻ ഇറങ്ങും. അപ്പോൾ ഒരു പയ്യൻ ഓടി വരുന്നു. അവൻ ഹീറോയോട് ചോദിക്കും, നിങ്ങൾക്ക് ഇവിടുത്തെ അപ്പോത്തിക്കിരിനെ അറിയോ? അങ്ങേര് ഒരുപാട് കേസുകളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടത്രേ. എനിക്ക് അങ്ങേരുടെ അപ്രന്റീസ് ആയ കൊള്ളാമെന്നുണ്ട്. അങ്ങേരെ കാണുവാണെങ്കിൽ ഒന്ന് പറയോ, ഞാൻ അങ്ങേരുടെ വലിയ ആരാധകനാ. വെറുതെ വേണ്ട, ഈ പേരയ്ക്ക് കൈക്കൂലിയായിട്ട് വെച്ചോന്ന് പറഞ്ഞ് ആ ചെറുക്കനൊരു പേരയ്ക്ക് ഹീറോയ്ക്ക് കൈക്കൂലിയായിട്ട് കൊടുക്കും. ഹീറോ ചിരിച്ചിട്ട് അപ്പോഴും താനാണ് അപ്പോത്തിക്കിരി എന്ന് പറയുന്നില്ല. അവിടുന്ന് നടന്നു പോകുമ്പോൾ അവിടെ വെച്ച് അപ്റ്റീക്കർ മെൽച്ചോയർ ടിംകാ ടുട്ടാർ എന്ന സിനിമ അവസാനിക്കുന്നു.
സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലുമാസ്.